ഹായ്, എല്ലാവർക്കും ഫുഡ് ഡിബയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഡിഷാണ് പപ്പായ പയർ തോരൻ. എങ്ങനെയാണെന്ന് നോക്കാം. ഈ പപ്പായയിൽ ആദ്യമായിട്ടുണ്ടായ പപ്പായയാണ്. അപ്പം നമ്മളത് ഒരെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. ചെത്തി വൃത്തിയാക്കി അരിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തേക്കാണ്. കൂടെ തന്നെ ഒരു ബൗള് ചെറുപയർ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിനായിട്ട് ഒരു ബൗള് തേങ്ങാപ്പീര, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5-6 കാന്താരി അല്ലെങ്കിൽ പച്ചമുളകും എടുക്കാം. പിന്നെ ഒരു 5 വെളുത്തുള്ളി, ഒരല്പം ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും എടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. അരഞ്ഞു പോകാതെ നോക്കണം. ഒറ്റ അടി മതി മിക്സിയിൽ. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് പാനിൽ ചൂടാക്കാം. ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് അരിഞ്ഞ കൊച്ചുള്ളി, 3 വറ്റൽമുളക്, ഒരൽപ്പം കറിവേപ്പില എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ മൂത്ത് വരുമ്പം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പപ്പായ അരിയുമ്പം ശ്രദ്ധിക്കണം, അതിനകത്ത് കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം പപ്പായ അരിഞ്ഞെടുക്കാനെ കൊണ്ട്. വളരെ നൈസായിട്ടുള്ള കഷ്ണങ്ങളായിരിക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് അല്പം ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം നമുക്ക്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള പയർ ചേർക്കാം. പയറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം ഒരു 1/2 ബൗൾ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിക്കണം. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ശേഷം നമ്മൾ ഇതൊരു 5 മിനിറ്റും കൂടി അടച്ച് വെച്ച് വേവിക്കാം. അടിപൊളിയായിട്ട് അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നവരെ ബൈ.